സോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, വേർ ഗോയിങ്, വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്, എങ്ങടാണ് നിങ്ങൾ പോകുന്നത് എന്നാണ്. വേർ ആർ യു ഗോയിങ്, എങ്ങടാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നീ എങ്ങടാ പോണേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് മറുപടി ആയിട്ട് നമ്മൾ എന്ത് പറയും? ഐ എം ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലാണ് പോകുന്നത്. ഇനി ഐ എം ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്നതിന് പകരം ഐ എം ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. ഐ എം ഗോയിങ് ടു കോളേജിലേക്ക് പോകുന്നത്. ഐ എം ഗോയിങ് ടു തൃശ്ശൂരിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നതിന് പകരം ഐ ആം ഹെഡിങ് ടു എന്ന് പറയാം. ഐ ആം ഹെഡിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്കാണ് പോകുന്നത്. ഐ എം ഹെഡിങ് ടു ദി ലൈബ്രറി, ഞാൻ ലൈബ്രറിക്കാണ് പോകുന്നത്. ഐ എം ഹെഡിങ് ടു തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. അതേപോലെ പറയാൻ പറ്റുന്നതാണ് ഐ എം ഓഫ് ടു. ഐ എം ഓഫ് ടു ദി ജിം, ഞാൻ ജിമ്മിന് പോവാണ്. ഐ എം ഓഫ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അപ്പോൾ ഐ എം ഗോയിങ് ടു, ഐ എം ഹെഡിങ് ടു, ഐ എം ഓഫ് ടു എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം തന്നെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്നർത്ഥം. അടുത്ത വാട്ട് ആർ യു ഡൂയിങ്, എന്താണ് നീ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് സാധാരണ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് നമുക്ക് പറയാം, നമ്മൾ ചെയ്യുന്ന ഐ എം പ്രാക്ടീസിങ് ഇംഗ്ലീഷ്, ഐ എം കുക്കിംഗ് ഡിന്നർ, ഐ എം സ്റ്റഡിങ് ഇംഗ്ലീഷ്, ഐ എം റീഡിങ് ഇംഗ്ലീഷ്. ആ രീതിയിൽ നമുക്കതിൻ്റെ മറുപടി പറയാം. പിന്നെ അടുത്തൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് യു സേ, വാട്ട് ഡിഡ് യു സേ, വാട്ട് ഡിഡ് യു സേ, എന്താണ് നീ പറഞ്ഞത്. നമ്മളങ്ങനെ ചോദിക്കും, എടാ എന്താ പറഞ്ഞേ, നീ എന്താ പറഞ്ഞേ എന്നുള്ള രീതിയിൽ ചോദിക്കില്ലേ. വാട്ട് ഡിഡ് യു സേ, നീ എന്താ പറഞ്ഞേ എന്നുള്ള രീതിയിൽ ചോദിച്ചാലേ നമുക്കതിൻ്റെ മറുപടി ആയിട്ട് ഐ സെഡ്, ഞാൻ പറഞ്ഞത് ഐ വിൽ ബി ദേർ ഇൻ 5 minutes, 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്താം. അതാ പറഞ്ഞടാ. അപ്പം എന്താ പറഞ്ഞേ, എടാ ഞാൻ പറഞ്ഞതേ 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്താം. ഐ സെഡ് ഐ വിൽ ബി ദേർ ഇൻ 5 minutes, 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്താം. അതേപോലെ ഇപ്പോൾ എന്താ നീ പറഞ്ഞേ, അപ്പോൾ നമ്മൾ പറയില്ലേ ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചത് ഇഫ് യു നീഡഡ് എനി ഹെൽപ്പ്, നിനക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന്. അപ്പോൾ എന്താ പറഞ്ഞേ നോക്കുമ്പോൾ എടാ നിനക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചാണ്. നീ എന്താ പറഞ്ഞേ നോക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചതാണ്. ഐ ആസ്ക്ഡ് ഇഫ് യു നീഡഡ് എനി ഹെൽപ്പ്, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചതാണ്. അതേപോലെ നീ എന്താ പറഞ്ഞേ നോക്കുമ്പോൾ ഐ ആസ്ക്ഡ് ഇഫ് യു നീഡഡ് എനിത്തിങ് ടു ഹാവ്, നിനക്ക് ഇവിടെ ഹാവ് എന്ന് ഉദ്ദേശിക്കുന്നത് കഴിക്കാൻ എന്നുള്ളതാണ് കേട്ടോ. ടു ഹാവ് എന്നൊക്കെ പറഞ്ഞാൽ കഴിക്കുക എന്നുള്ള അർത്ഥത്തിലും പറയും കേട്ടോ. അപ്പോൾ ഐ ആസ്ക്ഡ് ഇഫ് യു നീഡ് എനിത്തിങ് ടു ഹാവ്, ഐ ആസ്ക്ഡ് ഇഫ് യു നീഡ് എനിത്തിങ് ടു ഹാവ്, നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഐ ആസ്ക്ഡ് ഇഫ് യു നീഡ് എനി ഹെൽപ്പ് എന്ന് വെച്ചാൽ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചതാണ്. ഐ ആസ്ക്ഡ് ഇഫ് യു നീഡ് എനിത്തിങ് ടു ഹാവ്, നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ചോദിച്ചതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വാട്ട് ഡിഡ് യു സേ, നീ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ മറുപടി ആയിട്ട് ഐ സെഡ് നത്തിങ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. വാട്ട് ഡിഡ് യു സേ, നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഐ സെഡ് നത്തിങ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ.